ഡെങ്കിപ്പനി വന്നവരിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കൗണ്ട് കുറവാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ബ്ലഡ് ടെസ്റ്റിലെ കൗണ്ട് കുറയുക എന്ന് പറഞ്ഞാൽ? ഞാൻ അതിനെക്കുറിച്ച് വളരെ ഈസി ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഡെങ്കിപ്പനി വരുന്നത് ചില പ്രത്യേകതരം കൊതുകുകൾ കടിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വൈറൽ ഇൻഫെക്ഷൻ മൂലമാണ്. ഇങ്ങനെയുള്ള കൊതുകുകൾ കടിച്ചാൽ 4 മുതൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ ശരീരം ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഡെങ്കിപ്പനി ഉള്ളവരിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെല്ലിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് അറിയാൻ വേണ്ടിയാണ്. അതുപോലെ നോർമലായിട്ട് ശരീരത്തിലുള്ള പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് 1.5 ലക്ഷം മുതൽ 4 ലക്ഷം പ്ലേറ്റ്ലെറ്റ്സ് പെർ മൈക്രോ ലിറ്റർ ആണ്. ഏകദേശം 10 to 12 ദിവസം വരെയാണ് ശരീരത്തിലുള്ള പ്ലേറ്റ്ലെറ്റ്സിന്റെ ആയുസ്. ഇത് കഴിഞ്ഞാൽ ശരീരം പുതുതായിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സ് നിർമ്മിക്കാനും തുടങ്ങും. ഇനി ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് കുറയുന്നതെന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാക്കുന്ന കേന്ദ്രമാണ് ബോൺ മാരോ, അതായത് മജ്ജ. ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ ഈ വൈറസ് മജ്ജയെയാണ് ബാധിക്കുക. അതുമൂലം പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാക്കാൻ ശരീരത്തിന് കഴിയാതെ വരും. അതുപോലെ തന്നെ ഓൾറെഡി ശരീരത്തിലുള്ള പ്ലേറ്റ്ലെറ്റ്സിനെയും ഈ വൈറസ് നശിപ്പിക്കാറുണ്ട്. ഇങ്ങനെ പ്ലേറ്റ്ലെറ്റ്സിനെ വൈറസ് നശിപ്പിക്കുന്നതിലൂടെ പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് ശരീരത്തിൽ ഗണ്യമായി കുറയാൻ തുടങ്ങും. ഇതുമൂലം ശരീരത്തിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തെന്നാൽ പ്ലേറ്റ്ലെറ്റ്സിന്റെ പ്രധാന ഫംഗ്ഷനിൽ ഒന്നാണ് ശരീരത്തിലെ രക്തസ്രാവം തടയുക എന്നത്. ഇതുകൊണ്ടാണ് ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട് നോർമൽ ആക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കാര്യം. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. I hope this video is informative. Thank you for watching.